ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ ഇറച്ചീനെ പറയുന്ന പേരാണ് മുരു ഇറച്ചി. ഇത് കക്ക പോലെ അല്ലെങ്കിൽ കല്ലുമ്മക്കായ പോലെ ഓയിസ്റ്റർ വിഭാഗത്തിലൊക്കെ പെടുന്ന ഒരു തരം ഇറച്ചിയാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ തീരദേശ പ്രദേശങ്ങളിൽ മാത്രമേ ആയിട്ട് കാണുന്നുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല വയനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന്. അപ്പം ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കും, ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെയാണ് മുരുക്കള്ളികൾ കാണാനുണ്ടാവുക. ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല ഷാർപ്പായിരിക്കും. ഇത് കൈ തട്ടിയിട്ടുണ്ടെങ്കിൽ കൈ മുറിയും, ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ കാല് മുറിയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഇവർ ശ്വാസം വലിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തുറക്കുമ്പോൾ, ഷെല്ല് ചെറുതായി തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഈ കത്തി ഇങ്ങനെ കയറ്റിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. സാധാരണ പുഴയിൽ നിന്നാണ് എല്ലാവരും ചെയ്യുക ഈ മുരുവിറച്ചി പുറത്തെടുക്കുക. ഇതിപ്പോൾ മുരുക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ വേറൊരു വീഡിയോയിൽ ഈ മുരുക്കല്ലുകൾ പുഴയിലുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉപ്പുവെള്ളത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെ വായ തുറന്നിട്ട് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ഇവിടെ ലിങ്ക് മുകളിൽ അറ്റാച്ച് ചെയ്യാം, അവിടെ കാണാൻ പറ്റും. അപ്പോൾ മുരുവിറച്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം മുരുവിറച്ചിയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇനി നമ്മൾ ഇറച്ചി ഊറ്റിയിട്ട് മാറ്റി വയ്ക്കണം. ഈ ഷെൽ ഫുഡ് എല്ലാം എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കേണ്ടതാണ്. കാരണം അതിൽ ഒരുപാട് ഡേർട്ടും മാലിന്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഊറ്റിയെടുത്തിട്ടുള്ള ഇറച്ചി നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കേണ്ടതാണ്. കാരണം ഇത് പുഴയിലുണ്ടാവുന്നതായതുകൊണ്ട് ഒരുപാട് മണ്ണും വേറെ ഡേർട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് ഞാൻ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പോവാണ്. ഈ മുരുവിറച്ചി ചൂടുകാലങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഏപ്രിൽ, മാർച്ച്, മെയ് മാസങ്ങളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം പുഴയിലൊക്കെ വെള്ളം നന്നായിട്ട് വേലിയിറക്കത്തിന് വെള്ളം താഴേക്ക് പോകുമ്പോൾ മാത്രമേ മുരുവിറച്ചി പാറ പൊങ്ങി വരുള്ളൂ. അങ്ങനെയാണ് ആൾക്കാർ പോയിട്ട് ഇത് എടുക്കുക. അതുകൊണ്ട് ഇത് സീസണലായിട്ട് കിട്ടുന്ന ഒരു തരം ഇറച്ചിയാണ്. അതുപോലെ തന്നെ പുഴയിൽ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലുള്ളപ്പോൾ മാത്രമേ ഈ തരം മുരുവിറച്ചികളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിലെ ഉപ്പിൻ്റെ അംശം വളരെ കുറയും. അതോടുകൂടെ ഇതൊക്കെ ചത്തുപോവുകയും ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ വെക്കേഷനൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു തരം വിഭവമാണ്. ഈ അരപ്പ് ഒരു 10 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 മുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില, അതുപോലെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ. ഇതൊരു 1/4 തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ്, പിന്നെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. പിന്നെ അതുപോലെ ചെറിയ ഉള്ളി, ഇത് മുറിച്ചിട്ടില്ല, വലിയ ചെറിയ ഉള്ളിയൊക്കെ ഒന്നൊന്ന് നെടുകെ ചീന്തി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. പിന്നെ നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട് കൂടെ.
ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊന്ന് റെഡി ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല തേച്ച് വെച്ചിട്ടുള്ള മുരുകർച്ചി ഇടാനാണ് പോകുന്നത്. അതിനിടയിൽ ചെറിയൊരു പണിയുടെ ബാക്കിയുണ്ട്. നമ്മൾ തേങ്ങ ഈ മുരുകർച്ചിയിലേക്ക് മിക്സ് ചെയ്യുക. ഇതിപ്പം ഞാൻ ചിരവി വെച്ചിട്ടുള്ള തേങ്ങയാണ്. ആ തേങ്ങ നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുരുകർച്ചിയും തേങ്ങയും എല്ലാം കൂടെ ഇതിലേക്ക് ഇടാം. ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അടിയിൽ പിടിച്ചു പോകരുത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രൈക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പോൾ എത്ര ഉള്ളി എടുക്കണം, തേങ്ങ എത്ര എടുക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരുകർച്ചിൻ്റെ അതേപോലെ ടേസ്റ്റ് ആയിരിക്കും ഇതിലിട്ടിട്ടുള്ള തേങ്ങയ്ക്കും ഉള്ളിക്കും ഒക്കെ. അപ്പം അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അത്രയും ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റായി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം തേങ്ങയൊക്കെ അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ഇറച്ചി ചുരുങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബാക്കി ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്നോട്ടെ കുറച്ച് നേരം. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു മുരുകർച്ചി റോസ്റ്റിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിനേക്കാളും കൂടുതൽ ചൂടുള്ള പുട്ടിൻ്റെ കൂടെ ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ അതിനകത്തെ തേങ്ങയും ചെറിയ ഉള്ളി ഇനിയിപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളിയും യൂസ് ചെയ്യാം. പക്ഷേ ചെറിയ ഉള്ളിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. മുരുകർച്ചി അല്ലാതെ നിങ്ങൾക്ക് കടുക്കയോ അതായത് കല്ലുമ്മക്കായയോ അല്ലെങ്കിൽ കക്ക ഇറച്ചിയോ ഒക്കെ ഇതേ രീതിയിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക.